മാഡം, ഈ ആദ്യത്തെ 3 മാസം നമ്മൾ പൈനാപ്പിൾ, പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു തരുമോ? ആദ്യത്തെ 3 മാസത്തില് നമ്മൾ പച്ച പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിള് യൂഷ്വലി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പച്ച പപ്പായയില് അധികമായിട്ടുള്ള അളവിൽ ലാറ്റക്സ് പാർട്ടിക്കിളും പൈനാപ്പിളില് ബ്രോമെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ അളവും കൂടുതലാണ്. ഇത് രണ്ടും ഗർഭപാത്രത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അതുവഴി അബോർഷനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയപ്പെടുന്നു. സോ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷെ പഴുത്ത പപ്പായ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം. അബോർഷൻ ആവാനുള്ള കാരണം ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടാണോ? അബോർഷനുള്ള കാരണം റെസ്റ്റ് എടുക്കാത്തതാണെന്ന് പറയുന്നത് അതൊരു മിഥ്യാധാരണയാണ്. കാരണം 80% കൂടുതൽ അബോർഷനും കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അതായത് ക്രോമസോമൽ ആയിട്ടുള്ള അനോമലീസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ചില കണ്ടീഷൻസിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പം അബോർഷൻ ആവാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാരൊക്കെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. പക്ഷെ റെസ്റ്റ് എടുക്കാത്തതല്ല കോമൺ റീസൺ. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ആദ്യം മുതലേ ഒരു വശം ചരിഞ്ഞു കിടക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്താ മാഡം? ആദ്യം തൊട്ടേ നമ്മൾ ചെരിഞ്ഞു കിടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു 6-7 മാസത്തിന് ശേഷമാണ്. കാരണം ഈ കുട്ടി വന്നിട്ട് ഗർഭപാത്രവും കുട്ടിയും അത് വലുതായി നിൽക്കും അല്ലെ. അത് വന്നിട്ട് മേജർ ആയിട്ടുള്ള രക്തക്കുഴലുകൾ നമ്മുടെ ഗർഭപാത്രത്തിന്റെ ബാക്ക് സൈഡിലൂടെയാണ് പോകുന്നത്, അയോട്ട, ഇൻഫീരിയർ വീന കാവയൊക്കെ. അപ്പൊ അതിനെ പോയിട്ട് കംപ്രസ് ചെയ്യുന്നത് വഴി ഗർഭപാത്രത്തിലേക്കും നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കുള്ള രക്തത്തിന്റെ അളവ് സപ്ലൈ കുറയുന്നുള്ളത് കൊണ്ടാണ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കാൻ പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ 6-7 മാസത്തിന് ശേഷമാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയർ ആയി വിശ്വസിക്കുന്നു.